3, 2, 1, start. നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ. മുടി നല്ല തഴച്ചു വളരണം, നല്ല ഭംഗിയായിട്ട് കിടക്കണം, ഷൈനി ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ഏത് പെൺകുട്ടിയുണ്ട് അല്ലേ? എൻ്റെ മോൾക്കും ഇതൊരു വലിയ കൺസേൺ ആണ്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, മുടി പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ മുടി വളരുന്നില്ല എന്ന പ്രശ്നം വലിയ മഹാസംഭവം എന്തൊക്കെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കുറേ സീറം, മാസ്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഒരു സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും ഇതിൻ്റെ ഒരു അണ്ടർലൈൻ കോസ്. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും അയേണിൻ്റെ അളവ്, അതായത് ഇരുമ്പിൻ്റെ അളവ് ശരീരത്തിൽ കുറവുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. കാരണം എന്താണ്? ഈ ഇരുമ്പ് ഘടകമാണ് നമ്മുടെ രക്തത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജനെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കുറവായിരിക്കും. നമ്മുടെ തലനാരുകളിൽ എസ്പെഷ്യലി ഫോളിക്കിൾസിനകത്ത് ഒരുപാട് ഓക്സിജൻ ആവശ്യമുണ്ട്, കാരണം പെട്ടെന്ന് വളരുന്ന ഒരു സെല്ലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജൻ കുറവാകുമ്പം നാച്ചുറലി ഹെയറിനെ അത് ബാധിക്കും, അതിൻ്റെ ക്വാളിറ്റി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, വളരാതിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മുടെ പോപ്പുലേഷനിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അയണിൻ്റെ അളവ് മിക്കപ്പോഴും കുറവാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, ആർത്തവ സംബന്ധമായിട്ട് ഒരുപാട് രക്തം പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ റീസൺ. സെക്കൻഡ്, നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമുക്ക് മിക്കവാറും വിരയുടെ ഒരു ശല്യം ഉണ്ടാവും. അപ്പോൾ ബ്ലീഡിങ്, ചെറിയ രീതിയിലുള്ള എന്താണ് വിരയുടെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് അയൺ കുറവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പലപ്പോഴും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് എന്താ പ്രശ്നം, എനിക്ക് ചീരയില അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ അയണിൻ്റെ കണ്ടൻറ്റ് കുറയും അല്ലേ? അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അയണുള്ള, നല്ലതായിട്ട് ഇരുമ്പുള്ള ഭക്ഷണങ്ങൾ കൂട്ടുക. ഈ ചീരയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് മോഡിഫൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു എക്സാമ്പിൾ, നമുക്ക് ദോശയൊക്കെ ചുടുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ വാട്ടിയിടുകയും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം അറിയാതെയൊക്കെ ഇരിക്കാൻ സാധിക്കും. 2, പോമോഗ്രാനറ്റ് നല്ലതായിട്ട്, മാതളം നല്ലതായിട്ട് ഉപയോഗിക്കുക. 3, ഡേറ്റ്സും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അയണും ഫെറിറ്റിനും നോക്കണം നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയാനായിട്ട്. എന്നിട്ട് പ്രശ്നം ഗുരുതരമാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ പരിഹരിക്കപ്പെടും. താങ്ക് യു.